ബൊലേറോക്കാർ എന്തായാലും നമ്മളെ മൈൻഡ് ചെയ്യാതെ അവർ സ്ഥലം വിട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റിവേഴ്സ് എടുത്തു, ലെഫ്റ്റ് കട്ട് ചെയ്ത് പോരുകയാണ്. റൈറ്റ് ഞാൻ പറഞ്ഞായിരുന്നുവല്ലോ, കാഞ്ഞാർക്കാണ് പോകുന്നത്. ലെഫ്റ്റ് പുള്ളിക്കാനം റൂട്ടിലോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റിവേഴ്സ് എടുത്തു, ലെഫ്റ്റ് കട്ട് ചെയ്ത് പോരുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഒരു കുറവുകളും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യണേ. നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയൊരു എസ് വളവ് കണ്ടു കേട്ടോ. നമ്മളിനിയിപ്പം അടുത്ത് കയറാൻ പോകുന്ന മല എന്ന് പറയുന്നത് ഈ എസ് വളവ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വളവ് കഴിയുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും. ആ വണ്ടി കിടക്കുന്ന അവിടുന്ന് താഴോട്ട് റൈറ്റ് നമുക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. നമ്മൾ ആ ഒരു മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ പേര് ചുംബന മുനമ്പ് എന്നാണ് പറഞ്ഞത്. ചുംബന മല ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഈ ഒരു ഭാഗത്തിൻ്റെ പേര് ചുംബന മുനമ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു മല കയറാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ മലയുടെ ടോപ്പിലെത്തി. പിന്നെ ഓഫ് റോഡ് വലിയ റിസ്കി ആയിട്ടുള്ള ഭയങ്കര അപകടം പിടിച്ച ഓഫ് റോഡും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്തായാലും 2 വീൽ വണ്ടി കയറിയല്ലോ കേട്ടോ, 4 വീൽ വണ്ടിയായിട്ട് മാത്രം വരിക. പിന്നെ എന്താണ് പറയുന്നത്, കുറച്ച് ദൂരം കൂടെ ഓഫ് റോഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോയി കേട്ടോ. കാരണം നമ്മൾ ഓരോ നിമിഷവും യാത്ര ചെയ്യുന്ന അത്രയും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അത് എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ ട്രിപ്പും പോകുന്നത് തന്നെ. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഓഫ് റോഡ് കിട്ടുമ്പോൾ അതിലേറെ സന്തോഷം തന്നെയാണ്. ട്രിപ്പിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഓഫ് റോഡ് കിട്ടണം, എന്നാലേ ഉള്ളൂ നമുക്ക് ആ യാത്ര ശരിക്കും നമുക്ക് എന്താ പറയുക 4 വീൽ വണ്ടിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മിഥുൻ്റെ കാര്യം പറഞ്ഞാൽ മിഥുൻ വൈഫ് ഹൗസിൽ തൃശ്ശൂരാണ് പുള്ളിയുടെ വീട്, വൈഫ് ഹൗസാണ് മൂവാറ്റുപുഴ. അത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അപ്പം പുള്ളി ഇവിടെ വന്നു കഴിയുമ്പോൾ പുള്ളി വണ്ടിയായിട്ട് പോകും. പുള്ളി ഇപ്പം മൂന്നാർ, വാഗമൺ, ഇടുക്കി അത്യാവശ്യം ഏരിയകളെല്ലാം തന്നെ കവർ ചെയ്തു കേട്ടോ. നമ്മൾ പോലും അത്രയും കവർ ചെയ്തിട്ടില്ല. നമ്മളത് പറഞ്ഞത് എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നല്ല അടിച്ചു പൊളിച്ച് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. Place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way, had to fight and misbehave, had to find a way to change, had to leave to find my way. Caught up in a daydream, I beat my mind up there almost daily. It's how I pass time, no opinions safely. It's how I understand what I want in this place, see. Cause everybody wanna tell you bad things, what could go wrong, what fame brings. But success is a finicky thing, and if you ain't sure, no, it'll never be. I don't wanna let myself down, myself down. I don't wanna let myself down, myself down. നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് താഴോട്ട് ഇറങ്ങിപ്പോന്നു. കാരണം അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ ആ വണ്ടി ഇട്ടേക്കുന്ന അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു താഴെയുള്ള ആ ഒരു ഏരിയ മൊത്തം തന്നെ നമുക്ക് മേളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. നമ്മൾ ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേയേറെ ഓഫ് റോഡുകൾ നമുക്കുണ്ട് കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഈ വന്ന വഴിയുണ്ടല്ലോ, നമ്മൾ ആ മെയിൻ റോഡിലോട്ട് വന്ന് ചാടിയ ആ കാഞ്ഞാറ് പുള്ളിക്കാനം റൂട്ടിൽ അവിടെ നിന്ന് താഴോട്ട് ലെഫ്റ്റ് പോയാലും റൈറ്റ് പോയാലും നമുക്ക് കുറേയേറെ നമുക്ക് ഓഫ് റോഡുകളുണ്ട്, ചെറിയ മലകളുണ്ട്. അപ്പം നിങ്ങൾ 4x4 വണ്ടി ഉള്ള ആൾക്കാരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാം. വലിയ റിസ്ക് ആയിട്ടുള്ള ഓഫ് റോഡുകളും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാം. പിന്നെ വരുവാണെങ്കിൽ പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് വരണം. കാരണം സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നട്ടുച്ചയ്ക്ക് വന്നിട്ട് പോലും എന്താണ് പറയുന്നത്, നല്ല അത്യാവശ്യം നല്ല ഒരു തണുപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പം പകലോ വൈകുന്നേരം വരുവാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ താഴെ ആ കാണുന്ന വഴിയുണ്ടല്ലോ, ആ ഓഫ് റോഡ്, അതിൽ കൂടെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തവണ അത് കാണുമ്പോൾ അത് മനസ്സിലാവും. ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇത് കണ്ടോ, നമ്മുടെ ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം, അങ്ങോട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നത്
എന്തായാലും നമ്മൾ ആ മലയുടെ മേളിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത ട്രിപ്പിന് നമുക്ക് ഒരുമിച്ച് പോകാം. ഇനിയിപ്പോൾ 4 വീൽ വണ്ടി ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, നമ്മുടെ വണ്ടിയിൽ പോകാം. ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് വന്ന് സെറ്റ് അയച്ചാൽ മതി. അപ്പം നമുക്ക് ഞങ്ങൾ ആ വഴി പോരുമ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം കേട്ടോ. അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ നമ്പർ എന്തൊക്കെയാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മളോട് നമ്മളുടെ 1-2 കൂട്ടുകാർ പറഞ്ഞായിരുന്നു വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കണം, അതായത് ഒരു 10 മിനിറ്റൊക്കെ ലെങ്ത് ആക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും ഇത് 1.25 മണിക്കൂറുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ തന്നെ. മിക്ക വീഡിയോയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ ഒരു 27 മിനിറ്റ് ലെങ്തിലോട്ട് എത്തിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ വീണ്ടും ഒരു 10 മിനിറ്റിലോട്ടോ 12 മിനിറ്റിലോട്ടോ നമ്മൾ ആ വീഡിയോ എത്തിക്കുമ്പോൾ അതിനൊരു തുടക്കം കാണത്തില്ല, ഒരു അവസാനം കാണത്തില്ല, ഒരു മധ്യഭാഗം കാണത്തില്ല. ചുമ്മാ ഒരു വീഡിയോ പോലെ ആയിപ്പോവും. കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു 27 മിനിറ്റ് 30 മിനിറ്റിലൊക്കെ വീഡിയോ വരുന്നത്. കാരണം നിങ്ങൾക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളുടെ ഒപ്പം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു യാത്ര ചെയ്ത ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ ലെങ്ത് കുറച്ചാൽ സാധിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ ചുംബന മുനമ്പിൽ നിന്നും നമ്മൾ ഇറങ്ങി വഴിയിലോട്ടിറങ്ങി അവിടെ നിന്ന് റൈറ്റ് കയറി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒത്തിരി ദൂരമില്ല, ഒരു 60 മീറ്റർ 70 മീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ലെഫ്റ്റിലോട്ട് ഒരു കയറ്റം കണ്ടു. അതും മലയുടെ മേലോട്ടുള്ള റോഡ് തന്നെയാണ്. അതിൻ്റെ സൈഡിലോട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ നമുക്ക് കുറേ ഓഫ് റോഡുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വാഗമൺ എവിടെയെങ്കിലും അല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്ത ഈ ഒരു ലൊക്കാലിറ്റിയിൽ വരുവാണ് എന്നുണ്ടെങ്കിൽ
ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു 4-5 ഓഫ് റോഡുകൾ മലയോട് കൂടി തന്നെയുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ വലിയ റിസ്ക് ഇല്ലാത്ത ഓഫ് റോഡുകളായിരിക്കുമല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ വലിയ റിസ്ക് ഇല്ലാത്ത ഓഫ് റോഡുകൾ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഈ മല കയറാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ഉച്ചസമയമാണ്. നല്ല രീതിയിൽ വെയിൽ കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഓഫ് റോഡുള്ള പ്രദേശമാണെങ്കിലും നമ്മൾ ഓഫ് റോഡിനെ പോലെ തന്നെ നമ്മൾ അത്യാവശ്യം വ്യൂ നമ്മൾ ഉദ്ദേശിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഏറ്റവും നല്ല ടൈമെന്ന് പറയുന്നത് നിങ്ങൾ പരമാവധി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ, 7 മണിയല്ല 8 മണി ആ ഒരു സമയത്തിനുള്ളിൽ രാവിലെ വരാൻ ശ്രമിക്കണം. അത് അല്ലെങ്കിൽ പിന്നെ ഉച്ച തിരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 മണിയോ ഒരു 4 മണി ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ വീണ്ടും നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ മാക്സിമം ഈ ഉച്ചസമയം നട്ടുച്ച സമയം എന്നൊക്കെ പറയാൻ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കൊരിക്കലും ആ ഒരു വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ഒരിക്കലും നമുക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ആ മലയുടെ മേളിലോട്ടൊക്കെ വണ്ടി കയറി കിടക്കുന്ന കാണുമ്പോൾ ഒരു അന്യായ ലുക്ക് കേട്ടോ. മാരകം, ഒരു രക്ഷയില്ല, അടിപൊളി ലുക്കാണ് കേട്ടോ. 2 കൊമ്പന്മാരിങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. അത് നമുക്ക് സത്യം പറയുന്നത് കുടുംബത്തിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടോ. അതിന് 4 വീൽ വണ്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തോരം ഫാമിലികൾ അവിടെ സാധാരണ കാറയിലും എന്താ പറയുക മാരുതി കാറയിലും അതിലും ഇതിലൊക്കെ എന്തോരം ഫാമിലികൾ വരുന്നുണ്ടെന്ന് അറിയാമോ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമാണ് കേട്ടോ.
ഞാൻ ജീപ്പിൻ്റെ റണ്ണിങ് ടൈമിൽ ഒത്തിരി സംസാരിക്കാത്തത് വേറെ കൊണ്ടല്ല, കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ജീപ്പിൻ്റെ നാച്ചുറൽ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒത്തിരി സംസാരിക്കാത്തത് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് അത്യാവശ്യമൊക്കെ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആ രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വാഗമണ് പ്രത്യേക ഒരു സൗന്ദര്യം തന്നെയുണ്ട് കേട്ടോ. ഓരോ മലമ്പ്രദേശങ്ങൾ, ഇപ്പോൾ ഇടുക്കിക്കാണെങ്കിൽ ഇടുക്കിയുടെ ഒരു സൗന്ദര്യം, മൂന്നാറിന് അതിൻ്റേതായൊരു സൗന്ദര്യം, വാഗമണ്ണിന് വേറൊരു സൗന്ദര്യമാണ് കേട്ടോ. മൊട്ടക്കുന്നുകളും പൈൻമരത്തോട്ടങ്ങളും എന്താണ് പറയുക, ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. വാഗമണിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യം അതിനെപ്പോഴും ഉണ്ട് കേട്ടോ. അത് യദുവിൻ്റെ സോമാവിൻ്റെ കുഴപ്പമില്ല. ഇതിലെടുത്ത് അടിയടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കൺഫേം പറഞ്ഞല്ലോ കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്തെത്തിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡോടുകൂടി നമ്മുടെ ഈ ഒരു വാഗമൺ ആ ഒരു ട്രിപ്പ് തീരുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അവിടെ വെച്ച് നമുക്ക് കുറച്ച് ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഫുഡ് റെസ്റ്റൊക്കെ ഒടിഞ്ഞു പോയി, വീലാർച്ച് പൊട്ടിപ്പോയി, കുറച്ച് പണി കിട്ടിയായിരുന്നു. അപ്പം അത് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.